2019 ഒരു ഞാനും എൻ്റെ പാർട്ണർ വിഷ്ണുവും കൂടിയിട്ട് നമ്മളിങ്ങനെ വെള്ളടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ടെക്കോലാസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആദ്യമായിട്ട് ഇങ്ങനെ മൈൻഡിലേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര കുറവാണ്, അങ്ങനത്തെ ഒക്കെ ഒരു ഐഡിയ വരുന്നത്. ഞാനും വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2016 തൊട്ടിട്ട് പരിചയമുണ്ട്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ് വിഷ്ണുവിനെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് തൊട്ടിട്ട് ഞാനും വിഷ്ണു എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കാറിനെ പറ്റിയിട്ടും ഒന്ന് ബിസിനസ്സിനെ പറ്റിയാണ്. അപ്പോൾ ആ സമയം തൊട്ട് നമുക്ക് ഇത് തുടങ്ങാം അത് തുടങ്ങാം. ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുമാത്രം വരുമാനം വരുന്നുണ്ട്, നമുക്ക് അത് തുടങ്ങിയാലോ, അങ്ങനെ ഫുള്ള് എപ്പോഴും എന്ത് കാണുമ്പോൾ അത് നമുക്ക് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ എപ്പോഴും ഡിസ്കഷൻ ആയിരുന്നു. ഏകദേശം 2 വർഷം ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചിയിലേക്ക് ഞാൻ മാറി. അപ്പോൾ ഞാൻ ആ സമയത്ത് ടാറ്റയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തോ കോയിൻസിഡൻ്റലി വിഷ്ണുവും ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ജോലി വിട്ടിട്ട് കൊച്ചിയിലേക്ക് വന്നു. വിഷ്ണു ആ സമയത്ത് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പ്ലാൻഡ് അല്ലാണ്ട് ഒരേ ഹോസ്റ്റലിൽ ഞങ്ങൾ 2 പേരും റൂമിലേക്ക് എത്തി. അത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഞാനൊരു റൂം എടുത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് വിഷ്ണു ഇപ്പോഴും കൊച്ചി തന്നെ ഉണ്ടെന്ന്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് കൂടും, സംസാരിക്കും, ഇടയ്ക്ക് നടക്കാൻ പോകും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ ബിസിനസ് പ്ലാനിങ്, അതായത് എനിക്ക് പണ്ട് തൊട്ടിട്ടേ ഉണ്ട് ഈ ഒരു എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. ഞാൻ ഈ ആൻഡ്രോയിഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആൻഡ്രോയിഡ് ഡെവലപ്പറായിട്ടാണ്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയം തൊട്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫുൾ ടൈം ഒരു ഓഫീസ് സ്പേസിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കെന്തെങ്കിലും എൻ്റെതായ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും പരിപാടി ചെയ്യണം, അങ്ങനെ ഒരു തോട്ട് പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും തുടങ്ങണം. പണ്ട് തൊട്ടേ ഉള്ള പ്ലാൻ എന്ന് പറയുന്നത് ഒരു IT കമ്പനി, ഒരു ഡെവലപ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു ഒരു IT കമ്പനി ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിനൊരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ട് വിഷ്ണുവിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുന്ന സമയങ്ങളിലൊക്കെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരു രാത്രി നമ്മളിങ്ങനെ വെള്ളടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു തോട്ട് മൈൻഡിൽ ആദ്യമായിട്ട് വന്നത്. നമുക്ക് എന്തുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ? ലേറ്റസ്റ്റ് കൺസെപ്റ്റുകൾ കുറേ ഉണ്ടല്ലോ, ഈ ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, ഈ പറയുന്ന ഡാറ്റ സയൻസ്. അന്ന് 2019 നോക്കുമ്പോൾ ആ ടെക്നോളജി ഒന്നും അധികം എത്തിയിട്ടേ ഇല്ല. കേരളത്തിലൊന്നും അത് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ എന്നുള്ള തോട്ടിൽ നിന്നാണ് ടെക്കോലാസ് സ്റ്റാർട്ട് ചെയ്യാനും. ഇവൻ കൊച്ചിയിൽ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. കാലിക്കറ്റ് അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ ഇല്ല. ആ ടെക്നോളജി തന്നെ കേട്ടിട്ടുള്ളവർ വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കോഴിക്കോട് തുടങ്ങാമെന്നുള്ളൊരു പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്.